സോ അങ്ങനെ ഫൈനലി 2021 ഇറങ്ങിയ ഡ്യൂൺ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോഴാണ് റിലീസാവുന്നത് 2024. സ്ട്രേഞ്ച് തിങ് സീക്വലിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അവർക്ക്, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഡ്യൂൺ പാർട്ട് 1 ഹിറ്റായെങ്കിൽ മാത്രമേ പാർട്ട് 2ലേക്ക് അവർ ചിന്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പാർട്ട് 3ക്കുള്ളത്. ഡ്യൂൺ പാർട്ട് 2 ഹിറ്റായ മാത്രമേ പാർട്ട് 3ലേക്കുള്ള ചിത്രീകരണം തുടങ്ങത്തുള്ളൂ. നൗ പാർട്ട് 1നേക്കാളും കൂടുതൽ എന്തുകൊണ്ട് അടിപൊളി, എന്താ പറയുക, ബോറടിപ്പിക്കുന്ന സീൻസ് ഈ സിനിമയിലില്ല. കാരണം പാർട്ട് 1 അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തിനാണ് മറ്റവൻ അക്കഡീസ് പറഞ്ഞ പ്ലാനറ്ററി അവിടുത്തെ രാജാവിനെ എന്തിനാണ് കൊന്നത്, എന്ത് നേടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല പാർട്ട് 1. ബട്ട് പാർട്ട് 2 എല്ലാം എന്താ പറയുക, ചെസ് ബോർഡ് പോലെ ഇങ്ങനെ നിരത്തി വെച്ച് തരുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ, എന്തിനാണ് അവനെ ചെയ്തതെന്നുള്ളത്. അതും പോരാത്തതിന് പോൾ, ആ രാജകുമാരൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ ഒരു സിനിമയിൽ. ലൈക്ക് ആൾ തിരിച്ചറിയുകയാണ് ആളുടെ എന്താ പറയുക ജീവിത അഭിലാഷമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവവികാസങ്ങൾ നടന്നതും ആൾ ഇങ്ങനത്തെ ഫ്രീമൻ എന്ന് പറയുന്ന ട്രൈബിൽ ചെന്ന് പെട്ടതും എല്ലാത്തിനും ഒരു പസിൽ ഫിറ്റ് ചെയ്യുന്ന പോലെ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് സിനിമ അവസാനിക്കുന്നില്ല. പാർട്ട് 3ലേക്കുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ജെസിക്ക, പോളിൻ്റെ അമ്മ ജെസിക്ക, ഷീ ഈസ് പ്രഗ്നൻറ്റ്. കക്ഷി ഈ പോള് ചില വിഷൻസൊക്കെ കാണുന്നുണ്ട് ഭാവിയിൽ. തൻ്റെ എന്താ പറയുക, ആ ഒരു ഫ്രീമൻ ട്രൈബ് അല്ലെങ്കിൽ തൻ്റെ ആ പ്ലാനറ്ററിയിലെ എല്ലാവരും എന്താ പറയുക ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന ഒരു സീൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പെണ്ണ് നടന്നു പോകുന്നുണ്ട്. ആ പെണ്ണിൻ്റെ മുഖം എന്താ പറയുക ഈ സിനിമയിൽ എവിടെ മുൻപ് കാണിച്ചിട്ടില്ല. സോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് വെളിവാക്കുന്നത്. ആൻഡ് പിന്നീട് ക്ലൈമാക്സിൽ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ പെണ്ണ് ആരാണെന്നുള്ളത്. കക്ഷിയുടെ വരാൻ പോകുന്ന അനിയത്തി ആലിയ എന്നാണ് പേര്. കക്ഷി ഇപ്പോഴും എന്താ പറയുക അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ ഇരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് എന്താ പറയുക ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് നുക്സ് ഉണ്ട്. കാരണം ഞാൻ ഈ പുസ്തകം നോവലൊന്നും വായിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വേറെ സ്റ്റോറീസ് ഗോയിങ് ഓൺ. പക്ഷേ ഒരു വല്ലാത്തൊരു ക്ലിഫ് ഹാങ്ങറാണ്. ഹൗ കം ആലിയ ബിക്കംസ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണോ, അതോ ആ വിഷൻ ക്ലിയർ അല്ലേ, ഇറ്റ് സംതിങ് എൽസ് ഒക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിലനിർത്തിയിട്ടാണ്, ഒരു എന്താ പറയുക സസ്പെൻസ് നിലനിർത്തിയിട്ടാണ് പാർട്ട് 2 അവസാനിക്കുന്നത്. 2.5 മണിക്കൂർ ദൈർഘ്യം എന്തോ ഉണ്ട്. ആൻഡ് സിനിമ ഏറെക്കുറെ പറയാൻ ശ്രമിക്കുന്നത് പോൾ എന്ന രാജകുമാരൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ ഒരു പാവത്താനെ പോലെ അവിടെ ഇവിടെയൊക്കെ കൂടി തിരിഞ്ഞ് നടന്ന് പെട്ടെന്ന് എന്താ പറയുക ഫ്രീമൻ ട്രൈബിനൊപ്പം കൂടി ചേർന്ന് അവരുടെ യുദ്ധമുറകളെല്ലാം പഠിച്ചു. പിന്നെ എന്താ പറയുക കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുക, ഒരു രാജാവ് എങ്ങനെ ആവണമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ സാധനം കക്ഷിയുള്ളിലേക്ക് വരുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് ജെസിക്ക പറഞ്ഞ നമുക്ക് ആ ഒരു വാട്ടർ ഓഫ് ദി ലൈഫ് ആ സാധനം കുടിച്ചിട്ട് കിളി പോകുന്നതും, പിന്നീട് തൻ്റെ മകൻ മെസ്സേഹ ആണ് ഒരു വരാൻ പോകുന്ന ഈ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. സോ അത് ഫേക്കാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ഐ ഡോണ്ട് നോ. പാർട്ട് 3 വരുമ്പോൾ അറിയാം. സോ പാർട്ട് 3 എന്തായാലും ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. 2021 പാർട്ട് 1 ഇറങ്ങി, പിന്നെ 2024 പാർട്ട് 2 ഇറങ്ങുന്നത്. സോ പാർട്ട് 2 ഈ ഹിറ്റായതിന് ശേഷം മാത്രമേ ഇനി അടുത്തതിന് ചിത്രീകരണം തുടങ്ങുന്നുള്ളൂ. പാർട്ട് 2 ചിത്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ഒന്നാണ് അബുദാബി, ജോർഡാൻ, പിന്നെ വേറെ ഏതൊരു രാജ്യം കൂടി ഉണ്ടായിരുന്നു. വാട്ട് വാസ് ഇറ്റ്, ഇറ്റലി. അതന്നെ. സോ എനിക്ക് തോന്നുന്നു ആ മരുഭൂമി രംഗങ്ങൾ മൊത്തം അബുദാബി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ജോർഡാൻ, ഈ 2 രാജ്യങ്ങളിലും ചിത്രീകരിച്ചതായിരിക്കണം. അബുദാബിയിലെ ആ ഒരു എംപ്റ്റി ക്വാർട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനൊക്കെ പറ്റിയ ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് ഇതിൽ പ്രൊമത്തിയസ് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിലൊരു പ്രത്യേക തരം വിഭാഗം ആൾക്കാരൊക്കെ ആ ഒരു ട്രൈബ് എന്തോ ഒരു പക്കാ വെളുത്ത മനുഷ്യന്മാർ, ഒരു മുടിയില്ല, മീശയില്ല, ഐബ്രോസ് ഇല്ല. നമ്മുടെ പ്രൊമത്തിയസ് സിനിമ ഏലിയൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ഏലിയനായിട്ട് വരുന്നത് ഒരു പ്രൊമത്തിയസ് എന്ന് പറഞ്ഞ കക്ഷി. ആളുടെ പേര് പ്രൊമത്തിയസ് ആണ്, എന്തോ ഒരു ഏലിയനാണ് കക്ഷി, ഇത്രയാണ്. സോ അതായിട്ട് ഭയങ്കര ഒരു സാമ്യം തോന്നി. സോ അവരൊക്കെ ആ രംഗങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ബ്രാഹ്മയുഗം കാണുന്ന പോലെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കാരണം അവർ വൈറ്റ് ആണല്ലോ, അപ്പോൾ ചുറ്റും ബ്ലാക്കാക്കി മാറ്റിയവർ. സോ ഇൻ എ നട്ട്ഷെൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. ആൻഡ് ഐമാക്സിൽ കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐമാക്സ് തന്നെ കാണേണ്ട ഒരു സാധനം തന്നെയാണ് ഗൈസ്. ആ ഒരു ഡെസേർട്ട് ഏരിയ,
ഇവർ ചെയ്യുന്ന യുദ്ധങ്ങളും പിന്നെ ഇവന് ആ ഒരു സാൻഡ് വേം അതിന് ടൈം ചെയ്യാൻ പഠിക്കുന്നതും അതിൻ്റെ മേലെ കയറി യാത്ര ചെയ്യുന്ന സീൻസൊക്കെ അടിപൊളി. ജെസിക്ക ആളുടെ അമ്മ ട്രാൻസ്ഫോർമേഷൻ ആവുന്ന ഒരു വിച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു തരം പേരുണ്ട്, ടെമ്പിൾ മദർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അങ്ങനെയായി മാറുന്ന ആ സീൻസും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. എനിക്കെന്തോ ഭയങ്കര എന്താ പറയുക, ഒരു 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 നിസ്സഹായത അല്ലെങ്കിൽ ഒരു വേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് തോന്നിയില്ല. കാരണം പോൾ അവസാനം തൻ്റെ ഗ്രാൻഡ് ഫാദറെ കൊല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് ഗ്രാൻഡ് ഫാദർ, അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലായിക്കോളും. അല്ല ആരാണെന്ന് ഞാൻ പറഞ്ഞു സ്പോയിലർ ആയില്ലേ. സോ അത് മനസ്സിലാക്കാം. സോ അത്ര തന്നെ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ മോർ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ബിക്കോസ് 2.5 മണിക്കൂർ വേർക്കുണ്ട് പടം. പിന്നെ പറയാൻ വിട്ടുപോയത് സെന്തയ ആളുടെ ക്യാരക്ടർ ക്ലീ എന്തുവാണ് അവരുമായിട്ടുള്ള പ്രണയം പോൾ ഇതിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ അവസാനം ഒരു ക്ലിഫ് ഹാങ്കറിൽ വെച്ചിട്ടാണ് സെന്തയ പോകുന്നത്. ബിക്കോസ് പോളിന് വേറെ നിവർത്തിയില്ല. അത് ക്ലൈമാക്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണമെന്നുള്ളത്. പോൾ ഡസൻറ്റ് ഹാവ് എനി അതർ ഓപ്ഷൻ ദാൻ ടു തേച്ചൊട്ടിക്കാം. So guys, that's it. I'll come back with another movie review which should be പടമൊന്നുമില്ലടാ, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതാൽ കൂടി മറ്റേ വോയിസ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇറങ്ങിയിട്ടില്ല. നോക്കട്ടെ ഈ ആഴ്ച. നമ്മുടെ ആർഗൈൽ കണ്ടിട്ടില്ല. നമ്മുടെ സൂപ്പർമാൻ ആ ഒരു യൂണിഫോമൊക്കെ ഇട്ട് അയച്ചതിന് ശേഷം ആ ഗഡി ക്ലാർക്ക് കെന്റ് അവൻ അഭിനയിച്ച പടം ആർഗൈൽ, അത് കണ്ടിട്ടില്ല. അത് കൂടി ഒന്ന് കാണണം. അതിൽ ഡുവാ ലിപ്പയും കൂടി അഭിനയിക്കുന്നുണ്ട്. സോ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഡ്യൂൺ പാർട്ട് 2 മറക്കണ്ട, IMAX, ഇറ്റ്സ് വർത്ത് വാച്ചിങ്.